കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാത്യാഗത്തെ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ പകരം എന്തു നൽകും ഞാനിനി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒമാൻ പെന്തക്കോസ്തൽ അസംബ്ലി എന്ന പേരിൽ ലോകമെങ്ങുമുള്ള മലയാളികളുടെ ശ്രദ്ധേയമായ ഈ സഭയിൽ കടന്നു വന്നു ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ പ്രകാരമായിരിക്കാൻ എന്റെ കർത്താവ് എനിക്ക് നൽകിയ സാഹചര്യത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാൻ OPA എന്ന് പറയുന്ന ഈ സഭയ്ക്ക് ഒരപരിചിതനല്ല എന്നുള്ളതാണ് വസ്തുത. ഗുഡ് ന്യൂസ് വീക്കിലിയുള്ള ബന്ധത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ആരംഭം കുറിക്കുന്ന സമയം മുതൽ ഞാൻ അതിലുണ്ട്. അന്ന് മുതൽ ആ സമയങ്ങൾ മുതൽ ഒമാൻ പെന്തക്കോസ്തൽ അസംബ്ലിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം എല്ലാ പെന്തക്കോസ്തൽ വിഭാഗങ്ങളും ഒന്നിച്ചുള്ള ഒരു സഭ എന്ന നിലയിൽ ലോകത്തിൽ ഇതുപോലൊരു സഭയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ജോൺ ഫിലിപ്പ് എന്റെ വളരെ ഒരു 25 വർഷം മുമ്പുള്ള ആ സ്നേഹിതനാണ്. അദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളെ പോലെ ദൈവവചനം കേൾക്കുവാൻ ഇതുപോലെ തുടർമാനമായി ദൈവവചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളതായ ദൈവമക്കളും വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ തന്നെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നേക്കാം. എന്നാൽ മറ്റൊരു സ്ഥലത്തു നിന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ അംഗീകരിക്കാമല്ലോ, അതാണ് വസ്തുത. ഞാൻ OPA എന്ന് പറയുന്ന സഭയുമായുള്ള എന്റെ ബന്ധം ഞാൻ പറഞ്ഞൊരു ആരംഭവും ഗുഡ് ന്യൂസിനോടുള്ള ബന്ധത്തിൽ അന്ന് മുതൽ ഞാൻ നിങ്ങളെ അറിയുന്നു. അതിനുശേഷമായിട്ട് നിങ്ങളുടെ കൂടെ ദീർഘ വർഷങ്ങൾ ഉണ്ടായിരുന്ന ബ്രദർ തമ്പി മാത്യു, പിന്നീട് ശുശ്രൂഷകനായി റവറൻഡ് തമ്പി മാത്യു, അദ്ദേഹത്തിന്റെ ഇളയ സഹോദരിയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ നിലയിൽ എനിക്ക് സഭയെ അതിനുശേഷമായിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നതിനോടടുത്ത് തന്നെ എന്റെ ഏക സഹോദരി രമയും റാജിയും ജോൺ മാത്യുവും അവർ ഈ സഭയിലേക്ക് വന്നു. ദീർഘവർഷങ്ങളായി അവർ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ആളിന്റെ ഭാര്യ എന്റെ ഏക സഹോദരിയാണ്. ഇവിടെ ഇപ്പോൾ ഇല്ലാതിരിക്കുന്ന ആളിന്റെ സഹോദരി എന്റെ ഭാര്യയാണ്. അങ്ങനെ OPയുമായി എനിക്ക് വലിയ ബന്ധമാണ്. നിങ്ങളുടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ എന്റെ ദീർഘകാലമായ സ്നേഹിതനാണ്. ഈ സഭയിലെ കർത്താവിന്റെ ദാസനെയും അതുപോലെ തന്നെ ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വിവിധ തലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന കൗൺസിൽ ഭാരവാഹികളും കൗൺസിൽ അംഗങ്ങളും നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ വളരെ ഭയത്തോടും വളരെ വിനയത്തോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഭയം ആദ്യം എന്താണെന്ന് പറയാം. ഇത് അനേക ശക്തന്മാർ നിന്ന ഒരു വേദിയാണ്. നിങ്ങൾ എന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നാണ് എന്റെ ഹംബിൾ റിക്വസ്റ്റ്. വിവിധ സഭകൾ ഒന്നിച്ചുള്ള ഈ സഭയിൽ നാളുകളായി കടന്നു വന്ന് ശുശ്രൂഷകരായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഓരോ പ്രസ്ഥാനത്തിലെയും ഏറ്റവും ക്രീമായ ദൈവദാസന്മാരെയാണ്. അങ്ങനെയുള്ളവരുടെ ശുശ്രൂഷ അനുഭവിച്ച് വളരുന്ന ഒരു സഭയാണ്. അപ്പോൾ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ വന്ന് പ്രസംഗിക്കുന്നു, പ്രസ്ഥാനങ്ങളിലെ ശക്തന്മാർ വന്ന് ശുശ്രൂഷിക്കുന്നു. അതിന്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നു. അതുകൊണ്ട് മലയാള ഭാഷയിൽ 2 അക്ഷരമുള്ള ഒരു പദം നമ്മളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നമുക്ക് പരിചിതമായ കൃപ എന്ന് പറയുന്ന മനോഹരമായ ഒരു വാക്കാണ്. ഇന്ന് രാത്രികാലവും അടുത്ത ദിവസങ്ങളിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ 2 അക്ഷരത്തെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ്. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, ഞാൻ നിൽക്കുന്നത് കൃപയാലാകുന്നു, ഞാൻ സംസാരിക്കുന്നത് കൃപയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് സത്യം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു ഗ്രൂപ്പ് എന്റെ പുറകിലുണ്ട്. നിങ്ങൾ ഈ സഭ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം. അതുകൂടാതെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ലേഖനാട് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച്, അവിടുത്തെ വെനസ്ഡേയിലെ ബൈബിൾ സ്റ്റഡി തുടർമാനമായി ഞാനാണ് എടുക്കുന്നത്. കഴിഞ്ഞ അനേക വർഷങ്ങളായി. ഇപ്പോൾ നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിലാണ്. ആ സഭ വിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് ടെലഫോണിലൊരു ബൈബിൾ സ്റ്റഡി എല്ലാ തിങ്കളാഴ്ചയും അമേരിക്കയിലും കാനഡയിലുമുള്ള ആളുകൾ ലൈനിൽ വരും. രാത്രി 9 മണിക്ക് 1 മണിക്കൂർ നേരം ഒരു ക്ലാസ് അതിൽ ഞാൻ എടുക്കുന്നുണ്ട്.
ആ ഗ്രൂപ്പും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അടുത്ത ദിവസങ്ങളോടുള്ള ബന്ധത്തിൽ എനിക്കൊരു അപേക്ഷ കൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ നേരെ വചനത്തിലേക്ക് കടക്കുകയാണ്. ദൈവം എനിക്ക് ഒരു മനോഹരമായ ശബ്ദമാണ് തന്നിട്ടുള്ളത്. മനോഹരമായ ശബ്ദമെന്ന് ഞാൻ പറഞ്ഞാൽ പാടാനുള്ള ശബ്ദമല്ല, ഞാൻ പാട്ടുകാരനല്ല. എന്നാൽ സംസാരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ മണിക്കൂറുകൾ വെള്ളം പോലും കുടിക്കാതെ നല്ല ശബ്ദത്തിൽ സംസാരിക്കാനുള്ളതായ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇവിടേക്ക് പോരുന്നതിന് മുമ്പ്, ഞാൻ പ്രെയർ കിട്ടുന്നതിന് മുമ്പ് എന്റെ ശബ്ദം എനിക്ക് നഷ്ടപ്പെട്ടു. ഭയങ്കരമായ ചുമയും അതുപോലുള്ള പ്രയാസങ്ങളും എന്നെ വളരെയേറെ ശല്യപ്പെടുത്തി. ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞ ദൈവമേ, ഒരു സഭ ആത്മാർത്ഥമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു യോഗം ഞാൻ വളരെ ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ അങ്ങയുടെ വചനം ഉയർത്തുവാൻ വേണ്ടി വളരെ താല്പര്യത്തോടെ പോകും. ശത്രു ഇതിന്മേൽ ജയമെടുക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ആ നിലയിലൂടെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ എന്റെ ശബ്ദത്തോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങൾ ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ എന്റെ ശബ്ദം പോയാൽ കഴിഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് അപേക്ഷയോടെ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയംഗമായി ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്താവിന്റെ കൃപ വരും ദിവസങ്ങളിലും നമ്മോടുകൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രിയിലെ ഈ സന്ദേശം സാധാരണ പാസ്റ്റർമാരെ പ്രസംഗിക്കുന്നവർ നിങ്ങളുടെയും പറയാറുണ്ട്, സമയം ഉണ്ടായിരുന്നെങ്കിൽ അല്പം കൂടെ ഞാൻ ഇതിനെ കുറിച്ച് തെളിവായി പറഞ്ഞു തരുന്നു. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇന്ന് രാത്രി ഇല്ല, സമയമൊന്നും. എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് ദൈവവചനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം ഒരു എക്കണോമിസ്റ്റിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധന്റെ വീക്ഷണത്തിൽ ചോദിച്ചാൽ ലോകമെങ്ങുമുള്ള മനുഷ്യന്റെ അടിസ്ഥാന വിഷയം അവന്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതൊക്കെയാണ് അടിസ്ഥാന വിഷയമെന്ന് പൊതുവെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാന വിഷയം ഭക്ഷണമോ പാർപ്പിടമോ ആഹാരമോ അല്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് പാപം എന്ന് പറയുന്ന വിഷയമാണ്. ആ പാപം എന്ന് പറയുന്ന അടിസ്ഥാന വിഷയത്തിന് നമുക്ക് ജയം നൽകുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗം എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്നും മോചനം നൽകുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പോകുന്നത്. കാരണം യോഹന്നാൻ ഇങ്ങനെയാണ് എഴുതിയത്, നമ്മിൽ പാപമില്ല എന്ന് നാം പറഞ്ഞാൽ നാം എന്ത് ചെയ്യുന്നു? നമ്മെ തന്നെ വഞ്ചിക്കും. അപ്പോസ്തലനായ യോഹന്നാന്റെ വാക്കുകളാണ്. പൗലോസ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെയേറെ മല്ലടിച്ചതിന് ശേഷം പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കും? കാരണം എന്റെ ജഡത്തിൽ ഉള്ള വിഷയത്തോടുള്ള ബന്ധത്തിലെ തന്നെ മൽപ്പെടും. ദൈവമക്കളെ, നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. വാസ്തവമായി നാം രക്ഷിക്കപ്പെടുന്നത്, നാം സ്നാനമേറ്റു എന്നുള്ളത് ശരിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം ഭൂമിയിലേക്ക് വന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ് നമ്മളോടും ശരി തന്നെയാണ്. എന്നാൽ പാപം എന്ന് പറയുന്ന വിഷയം എന്റെയും നിങ്ങളുടെയും കൂടെ നമ്മുടെ ജഡത്തിൽ ഇപ്പോഴും വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നാം സമ്മതിക്കണം. എങ്ങനെ ഇതിന്മേൽ ജയമെടുക്കാം എന്നുള്ളത് അനുദിന ജീവിതത്തിൽ പാപം എന്ന് പറയുന്ന വിഷയത്തിന് എങ്ങനെ ജയമെടുക്കാം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പാപം എന്ന് പറയുന്ന വിഷയത്തിന്മേൽ ജയമെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ നാം അവസാനിക്കും, എങ്ങനെ എൻഡപ്പ് ചെയ്യും എന്നുള്ളതും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ നാം വെളിപ്പാടിലേക്ക് വരുന്നത് വരെ പാപം എന്ന് പറയുന്ന വിഷയത്തോട് ബന്ധത്തിൽ നിരവധി പ്രയോഗങ്ങൾ, നിരവധി വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ ഇന്ന് രാത്രികാലം കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചു നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ആരാധന എന്ന് പറയുന്ന ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യനിൽ കുടികൊണ്ടതായ പാപം,
മറ്റൊന്ന്, ഫലപ്രദമായ സുവിശേഷ വേല ചെയ്തപ്പോൾ ഒരു പട്ടണത്തിലേക്ക് ചെന്നു അവിടെ ചെന്ന് പ്രസംഗിച്ചതായ സമയത്തോ പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് അനിഷ്ടമായി തോന്നിയതായ ഒരു സുവിശേഷകൻ. അതിനുശേഷമായിട്ടോ ഇവർ രണ്ടുപേർക്കും എന്താണ് ഭവിച്ചതെന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്നാൽ നാം മറുഭാഗത്തോ മറ്റുള്ളവർക്ക് കഷ്ടം, അവന് കഷ്ടം, ഇസ്രായേൽ ജനത്തിന് കഷ്ടം, സകലർക്കും കഷ്ടം കഷ്ടം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടു ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിലിരിക്കുന്ന മഹത്തായ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ സാറാഫുകൾ നിന്നുകൊണ്ട് രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന സമയത്ത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് നിലവിളിച്ച് യെശയ്യാവ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ യെശയ്യാവിന്റെ കഥ അവിടെ കഴിഞ്ഞില്ല. യെശയ്യാവിനെ ശുദ്ധീകരിക്കുവാൻ ആ സാറാഫുകളിൽ ഒരുവൻ യാഗപീഠത്തിന്റെ അടുത്തു നിന്നും ഒരു പൊടിലെടുത്ത് ഒരു തീക്കനൽ കൊണ്ട് യെശയ്യാവിന്റെ അതരങ്ങളിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം അവൻ ചുറ്റുപാടുകളെ കണ്ടു. കാണുന്നതിനേക്കാൾ ഉപരി അവൻ തന്നെ കണ്ടു. ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്നുള്ള നിലവിളി യെശയ്യാവിൽ ഉണ്ടായി. ഫലകരമായ ശുശ്രൂഷയിലേക്ക് യെശയ്യാവിനെ ദൈവം നയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്നാണ് പൗലോസിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള നിലവിളി. നമുക്ക് ആരംഭമായിട്ടോ ഞാൻ തന്നെ ഈ ഭാഗങ്ങൾ വളരെ വേഗം വായിക്കാം സമയത്തിന്റെ എളുപ്പത്തിന് വേണ്ടി. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ യഹോവ കയീനോട് നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലേ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചത്. ആരാധന കഴിഞ്ഞ് സഹോദരന്മാർ ആരാധനയ്ക്ക് വേണ്ടി പോയതാണ്. രണ്ട് സഹോദരന്മാർ ആരാധന കഴിഞ്ഞപ്പോൾ ഒരുവന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു, കായൻ എന്ന് പറയുന്ന ആളിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. അവന്റെ സഹോദരനായ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നു. ആരാധന കഴിഞ്ഞപ്പോൾ ആരാധകനായി കടന്നു വന്നതായ ആളിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാതിരുന്ന ആളിൽ അസൂയ, കോപം നുരച്ചു പൊങ്ങുകയാണ്. തന്റെ സഹോദരനോടുള്ള വിദ്വേഷം, സഹോദരനോടുള്ള ദേഷ്യം, സഹോദരന്റെ യാഗത്തിൽ പ്രസാദിച്ച ദൈവത്തോടുള്ള വിദ്വേഷം, ഇതെല്ലാം അവന്റെ ഹൃദയത്തിൽ നുരഞ്ഞു പൊങ്ങുകയാണ്. ഇവിടെ ഈ മനുഷ്യനെ നേരെയാക്കുവാൻ പാപം എന്ന് പറയുന്ന വിഷയം നമുക്ക് വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് പ്രയോഗിക്കപ്പെടുന്ന ആ പാപം എന്ന് പറയുന്ന വാക്ക് നാം ആദ്യമായിട്ട് കാണുന്ന ഒരു ഭാഗം കൂടെയാണ്. കായനോടുള്ള ബന്ധത്തിലാണ് ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ നാം ഈ പദപ്രയോഗം കാണുന്നത്. ദൈവം ഇറങ്ങി വന്നു. നിങ്ങൾ എനിക്കറിയാൻ കേട്ടിട്ടുള്ള പശ്ചാത്തലമാണ്, സൺഡേ സ്കൂൾ മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾ ഈ രംഗത്തിന്റെ ഗൗരവം ഒന്ന് നോക്കണം. ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യൻ ഒരു സൈഡ്, കാരണം കായനാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ജനിച്ച മനുഷ്യൻ. ഭൂമിയിൽ ജനിച്ച മാതാപിതാക്കളാൽ ജനിച്ച ആദ്യജാതൻ എന്ന് പറയാവുന്ന ഭൂമിയിൽ ജന്മം കൊണ്ട ഒന്നാമത്തെ മനുഷ്യൻ ഒരു സൈഡ് നിൽക്കുകയാണ്. ഇവനോട് സംവാദിക്കുവാൻ, ഇവനോട് സംസാരിക്കുവാൻ പ്രവാചകനെയോ ദൂതൻ, അന്ന് വേറെ ആരുമില്ല, അതുകൊണ്ട് വേറെ അയക്കുന്ന കാര്യങ്ങൾ നിൽക്കണം. ഒരു ദൂതനെയല്ല ദൈവം വിട്ടു. സൃഷ്ടാവായ ദൈവം ഈ ആരാധന കഴിഞ്ഞ് വിദ്വേഷത്തോടുകൂടി, പകയോടുകൂടി, കോപത്തോടുകൂടി നിൽക്കുന്ന ഇവനെ നേരെയാക്കുവാൻ സൃഷ്ടാവായ ദൈവം അല്ലെങ്കിൽ ഇവന്റെ പിതാവിനെ ഒന്നുമില്ലായ്മയിൽ നിന്നും മണ്ണിൽ നിന്നും രൂപം കൊടുത്തു അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ഉറങ്ങിക്കിടന്നപ്പോൾ അവന്റെ അസ്ഥികളിൽ ഒന്നിനെ എടുത്തു മാംസം പിടിപ്പിച്ചു ഇവനൊരു അമ്മയെ ഉണ്ടാക്കി കൊടുത്ത സൃഷ്ടാവായ ദൈവം മറുസൈഡിൽ ദൈവവും മനുഷ്യനും തമ്മിൽ മുഖാമുഖം നിൽക്കുകയാണ്. നാം ഇങ്ങനെയുള്ള രംഗങ്ങൾ വേദപുസ്തകത്തിൽ അധികം കാണുകയും ദൈവം ഒരു സൈഡ്, മനുഷ്യൻ ഭൂമിയിൽ ജനിച്ച മനുഷ്യൻ മറു സൈഡിൽ രണ്ടുപേരും നിൽക്കുകയാണ്.
ദൈവം കായനോട് 3 ചോദ്യങ്ങളോട് ചോദിക്കുന്നു. ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്: നീ കോപിക്കുന്നത് എന്തിനാണ്? അടുത്ത ചോദ്യം: നിന്റെ മുഖം വാടുന്നത് എന്താണ്? മൂന്നാമത്തെ ചോദ്യവും അതിനോട് ഒരു പരിഹാരം കൂടെ ചേർത്താണ് പറയുന്നത്: നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകില്ല. വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന നിലയിലാണ് ദൈവങ്ങളോട് ഇടപെടുന്നത്. കോംപ്ലിക്കേറ്റഡ് ആകാനല്ല ദൈവം വന്നത്. ഇവന്റെ ഉള്ളിൽ ഇവൻ അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവനെ നേരെയാക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇവനെ കൊണ്ട് നന്മ ചെയ്യിക്കണം, ഇവനെ നന്മയിലേക്ക് മടക്കി കൊണ്ടുവരണം. ഇവൻ നന്മ ചെയ്താൽ അത് പ്രസാദകരമായ കാര്യമായി തീരും. അതുകൊണ്ടാണ് നീ കോപിക്കുന്നതിന് കോപം കൊള്ളുകയാണ്. മുഖം കാണുന്നത് അത് ബാഹ്യമാണ്, പുറമേ കണ്ട കാര്യമാണ്. അപ്പൊ ദൈവം അകവും പുറവും ഒരുപോലെ കാണുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഈ കായൻ നിൽക്കുന്നത്. ഉള്ള അവസ്ഥയിൽ കാണുന്ന, അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഉൾപ്പുകളെയും നിലവുകളെയും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഈ കാര്യം അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് ഓർക്കണം. ഈ കായന് മുമ്പിൽ ദൈവം അവനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കായൻ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് അവന്റെ ചോയ്സാണ്. നാം ദൈവവചനങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു രീതി ദൈവത്തിനില്ല. ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇടിച്ചു തകർത്ത് നിന്റെ ഹൃദയത്തിൽ ഞാൻ വാണിട്ടേ ഉള്ളൂ എന്നുള്ള നിലയിൽ ദൈവം ആരുടെയും ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്നില്ല. ദൈവം ഫ്രീ വിൽ, മനുഷ്യന് ദൈവം പൂർണ്ണമായ സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഇത് തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിന്റെ വഴി. നീ ഇത് തെരഞ്ഞെടുത്താൽ എനിക്ക് പ്രസാദം, നിനക്ക് നന്മ. നീ ഇത് തെരഞ്ഞെടുത്തില്ലെങ്കിൽ നിനക്ക് നാശം. നീ തന്നെ ഛർദിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ നീ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ദൈവത്തിന്റെ ഇടപെടൽ. ഓർക്കണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ ദൈവം സൃഷ്ടാവായ ദൈവം പിതാവിനെയും മാതാവിനെയും ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചതായ ദൈവത്തിന്റെ മുമ്പിൽ, വലിയവനായ ദൈവത്തിന്റെ മുമ്പിലാണ് ഈ കായൻ നിൽക്കുന്നത്. വേണമെങ്കിൽ വളരെ വേഗം ഇതിന് ചേഞ്ച് ആകാമായിരുന്നു, വളരെ വേഗം. കാരണം ഇവന്റെ വിഷയം ദൈവം പറഞ്ഞവനോട്, നിന്റെ വിഷയം ഇന്നതാണ്. കായന് നിന്റെ പ്രശ്നം ഒറ്റ പ്രശ്നമേ ഉള്ളൂ: നന്മ ചെയ്യാനുള്ള മനസ്സ് മാത്രം മതി. നിന്റെ ഉള്ളിലെ കോപവും നിനക്ക് പൂർണ്ണമായ ചേഞ്ച് ഉണ്ടാവും. നിന്റെ വിഷയം ഇന്നതാണ്. പക്ഷെങ്കിൽ അത് കേൾക്കുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ, അതനുസരിക്കുവാനുള്ള ഹൃദയം ഇദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ എനിക്ക് കവർ ചെയ്ത് പോകണം. ഇതിന്റെ ബാക്കി ഭാഗത്ത് സംഭവിച്ചത് എന്താണ്? അടുത്ത് തന്നെ നമ്മൾ കാണുന്നത് സൃഷ്ടാവായ ദൈവം ഇറങ്ങി വന്ന് മുഖാമുഖം നോക്കി നിന്നുകൊണ്ട് കായനെ നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ എന്ന് പറഞ്ഞ്, ആദ്യം പറഞ്ഞിട്ട് നീ കോപിക്കുന്നതിന്, നിന്റെ മുഖം കാണുന്നതിന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് ദൈവം വിട്ടില്ല. മൂന്നാമത് പറഞ്ഞു നന്മ ചെയ്യുക, നന്മ ചെയ്താൽ നിന്റെ വിഷയം പരിഹരിക്കപ്പെടും. പക്ഷെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ കായൻ തയ്യാറായില്ല എന്നുള്ളത് നാം ഓർക്കണം. പിൽക്കാലത്ത് നമുക്കറിയാം മനുഷ്യനെ ദൈവം നേരെയാക്കുവാൻ, മനുഷ്യനെ ദൈവത്തിന്റെ കൽപ്പിക്കുവാൻ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ദൈവം വേർതിരിച്ചു. പുരോഹിതന്മാർ ആ നിലയിൽ ഇടപെട്ടു. പ്രവാചകന്മാരെ ദൈവം അയച്ചു. പ്രവാചകന്മാർ ആ നിലയിൽ ഇടപെട്ടു. ദൈവത്തിന്റെ വചനം നമ്മെ കറക്റ്റ് ചെയ്യുന്ന നിലയിൽ നമുക്ക് നൽകി. അങ്ങനെ വചനം നമ്മളോട് സംസാരിക്കുന്നു. ഒരു വ്യക്തിയും സംസാരിക്കാതെ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ദൈവമക്കളാണ്. വചനം ഒരു കണ്ണാടി പോലെ കണ്ട് വചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് തങ്ങളെ തന്നെ കാണുന്ന അനേക ദൈവമക്കളുടെ കാര്യം വചനം ആ നിലയിൽ നമ്മളോട് ഇടപെടുന്നുള്ളതാണ്. എന്നാൽ അതേസമയം ദൈവദാസന്മാർ, അഭിഷിക്തന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ ആ നിലയിൽ ദൈവത്താൽ നിയമിക്കപ്പെടുന്ന ദൈവത്തിന്റെ പ്രതിപക്ഷന്മാർ ഇടപെട്ട് പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ കർത്താവിനെ ആദായപ്പെടുത്തുന്നതായ രീതിയും ആ ദൈവവചനത്തിൽ കാണുന്നതാണ്. എന്നാൽ ദൈവം നോക്കിയിട്ടും നേരെയാക്കാൻ പറ്റാത്ത ഒരു കേസാണ് കായൻ. സാക്ഷാൽ ദൈവം നോക്കിയിട്ടു. കാരണം ഇതിന്റെ ഈ ഭാഗം ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ കാരണം, പാപം എന്ന് പറയുന്ന വിഷയത്തിന്റെ ശക്തി അത്ര വലുതാണ്. ദൈവം പരാജയപ്പെട്ടു നല്ല ഞാൻ പറയാൻ പോകുന്നത്, ദൈവം അതിന് പരിഹാരം ഉണ്ടാക്കിയതിലേക്ക് അങ്ങനെയാണ് ഞാൻ അവസാനിപ്പിക്കാൻ ദൈവസ്ഥയിൽ ആഗ്രഹിക്കുന്നു. ദൈവം പരാജയപ്പെട്ടിട്ടില്ല. പക്ഷെങ്കിൽ പാപം എന്ന് പറയുന്ന വിഷയം നാം വളരെ ലാഘവമായി കാണേണ്ട കാര്യമല്ല. എന്നാൽ നമ്മുടെ ആത്മീയ ഗോളം ഇന്ന് വന്നു ഈ വിഷയത്തിന് മറ്റു പല പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പാപം എന്ന് പറയുന്ന ഗുരുതരമായ വിഷയത്തിന്
എനിക്ക് ബലഹീനത പറ്റി എന്നുള്ളത് നമ്മുടെ പങ്കെടുക്കുന്ന മിഷണറിയാണ്. ബലഹീനത ഗുരുതരമായ പാപം ചെയ്തു വെച്ച് ഗുരുതരമായ കൽപ്പനാലംഘനം നടത്തിയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന മനോഹരമായ വാക്കാണ് ബലഹീനത പറ്റി. ഞാൻ അതിലേക്ക് കടക്കാതിരിക്കുന്നു നല്ലത്. കാരണം ഇങ്ങനെയുള്ളതായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആത്മീയ കോളത്തിൽ വന്നുകൂടി. പാപം എന്ന് പറയുന്ന ഗൗരവമായ വിഷയത്തിന്മേൽ വിരൽ ചൂണ്ടുവാൻ പലപ്പോഴും കർത്താവിന്റെ ദാസന്മാർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിലേക്ക് അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും ജനങ്ങൾ കടന്നു വരുവാൻ പലപ്പോഴും ജനം മനസ്സ് വയ്ക്കുന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പാപം ഇങ്ങനെ ഉടപ്പുറപ്പായിട്ട് തുടരുകയാണ്. ലേഖനം കർത്താവ് ചില അവർ വരും ദിവസങ്ങളിൽ അല്പമായി നമ്മൾ പഠിക്കും. മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്ന ഒന്നതിലാണ്. മുറുകെ പറ്റുന്ന പാപം ഓട്ടക്കളത്തിൽ ഓടുന്നവരോടാണ് പറയുന്നത് മുറുകെ പറ്റുന്ന പാപവും വിട്ടേക്കോടാൻ എന്ന് പറഞ്ഞാൽ അത് മുറുകെ പറ്റുന്ന പാപം വിടാൻ ശ്രമിച്ചാലും പോകാത്തതാണ്. നമുക്ക് അവിടെ പിന്നീട് അടുത്ത ദിവസം ഞാൻ ആ വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞത് ഗൗരവമായ ഒരു വിഷയമായിട്ട് പാപം എന്ന് പറയുന്ന വിഷയം നമുക്ക് കാണും. വളരെ ഗൗരവമായ വിഷയമാണ് ദൈവമക്കളെ. ഇതിന്മേൽ എങ്ങനെ ജയമെടുക്കാൻ കഴിയും? കായം പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ കേട്ടു. പരാജയപ്പെട്ടു. കാരണം അടുത്ത ദിവസം അവൻ ചെയ്തത് നമുക്കറിയാം. സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്ന കാര്യമാണ്. വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സഹോദരനെ വിളിച്ചു. വയലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കയർത്തു. വിഷയം കയർക്കാനൊക്കെ നേരത്തെ വാനിട്ട് തന്നെ പോയതാണ്. കാരണം ഉള്ളിൽ വിഷയം ഇങ്ങനെ നുരഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്ന വിഷയമാണ്. കൊലപാതകത്തിൽ കലാശിച്ചു. ഓർക്കണം, ഈ കൊലപാതകം ഒഴിവാക്കുവാൻ ദൈവം ശ്രമിച്ചതാണ്. ആദ്യത്തെ കൊലപാതകം, ലോക ചരിത്രത്തിലെ ഒന്നാമത്തെ കൊലപാതകം ഒഴിവാക്കുവാൻ സൃഷ്ടാവായ ദൈവം, ആദമിനെയും ഹവ്വയെയും വേദനയിൽ ഇറക്കി വിട്ട ദൈവം, ഈ കൊലപാതകം ഒഴിവാക്കുവാൻ വേണ്ടി ദൈവം ശ്രമിച്ചു. പക്ഷെങ്കിൽ മനുഷ്യന്റെ സ്വാർത്ഥത, മനുഷ്യന് വിധേയത്വമില്ലായ്മ, മനുഷ്യനെ ദൈവത്തെ അനുസരിക്കാനുള്ള മടി, മനുഷ്യന് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുവാനുള്ള വിസമ്മതം, ഇതൊക്കെ നിമിത്തം ഒന്നാമത്തെ കൊലപാതകൻ ജന്മമെടുത്തു. ഒന്നാമത്തെ കൊലപാതകം. അവിടെ മുതൽ നാം വേദശാസ്ത്രം പഠിച്ചാൽ നമുക്കറിയാം, കായന്റെ വഴി എന്ന് പറയുന്ന വഴി തന്നെ ഉണ്ടായി. യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ കായന്റെ വഴി, ബിലയാമിന്റെ വഴി, അത് പിന്നീട് ഉണ്ടായതാണ്. കായന്റെ വഴി എന്ന് പറയുന്ന കർമ്മമാർഗത്തിന്റെ ഒരു വഴി വെട്ടിത്തെളിച്ച ആളായിട്ട് കായൻ മാറി. ദൈവസന്നിധിയിൽ നിന്നും ശാപം ഏറ്റുവാങ്ങി കായൻ പോകുന്നതും നമുക്ക് കാണുവാൻ കഴിയും. നോക്കണം, മനോഹരമായ ഒരു രംഗമാക്കി ഇതിനെ മാറ്റാമായിരുന്നു ദൈവത്തിന്റെ ആലോചന കേട്ടിരുന്നെങ്കിൽ. ഓർഗനൈസ് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വരട്ടെ. ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ രക്ഷപ്പെടുത്താൻ. ദൈവം, മനുഷ്യനല്ല വന്നിരിക്കുന്നത്, ദൈവം. ദൂതന്മാരല്ല, സൃഷ്ടാവായ ദൈവം ഇറങ്ങി വന്ന ആലോചന പറഞ്ഞിട്ടോ അത് കേൾക്കാതെ പോയതുകൊണ്ടോ അവനൊന്ന് ഭവിച്ചതായ ദുരന്തം. നിങ്ങളുടെ വിഷയം ഞാൻ വീണ്ടും പറയട്ടെ. ഗൗരവമായി നാം കാണേണ്ട വിഷയമാണ് പാപം എന്ന് പറയുന്ന വിഷയം. വളരെ ഗൗരവമായി കാണേണ്ടതാണ്. എന്നാൽ ഇതിൽ ഒരു വിടുതൽ അതിലേക്ക് പുലുന്നു. അടുത്തതായിട്ട് നാം യോനായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ആ യോനായുടെ പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് വേറൊരു ദൃഷ്ടാന്തമായിട്ടൊരു കാര്യം പറയാം. ഈ അമേരിക്കയിൽ ഒരു സർവേ നടത്തിയല്ലോ, മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു സർവേ. ഈ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളൻ പ്രീച്ചേഴ്സ് അല്ലെങ്കിൽ വീണുപോയ പ്രസംഗകന്മാർ, അവരെ വിളിക്കുന്ന എങ്ങനെയാണ്? വീണുപോയ പ്രസംഗകന്മാർ, വീണുപോയ ദൂതന്മാരെ പറഞ്ഞ പോലെ. അപ്പോൾ ഫോളൻ പ്രീച്ചേഴ്സിന്റെ ഇടയിൽ ഒരു സർവേ നടത്തി. എന്തുകൊണ്ടാണ് ഇവർ വീഴാനിടയായത്? അത് ഈ സായിപ്പിന് ഒരു ഗുണമുണ്ട്, വീണാൽ സമ്മതിക്കും. അത് സായിപ്പിന്റെ ഒരു നല്ല ഗുണമാണ്. കാരണം അവർ ടിവിയുടെ മുമ്പിൽ നിന്ന് പോലും ഐ ആം റോങ് എന്ന് പറയാൻ ഒരു മടിയില്ല. എന്നാൽ നമ്മുടെ സമൂഹം അങ്ങനല്ല. നമ്മുടെ ഇടയിൽ വീണെങ്കിൽ വീണു എന്ന് അംഗീകരിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കേൾക്കാം. അതുകൊണ്ട് സർവേ വിജയകരമാകില്ല. നല്ലതല്ല, വീണെന്ന് സമ്മതിച്ച 242 പ്രീച്ചേഴ്സിനെ ഇവർ ഇന്റർവ്യൂ ചെയ്തതില് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇവരിൽ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരിലെ കരിസ്മ മാഗസിൻ എന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവരിലെ 65% ആളുകൾ പറഞ്ഞു 6 മാസങ്ങൾക്ക് അതായത് പരസ്യമായി പിടിക്കപ്പെടുന്നതിന് മുമ്പ്, അതിനൊക്കെ മുമ്പ് വീണു, എന്നാൽ പരസ്യമായി ഈ പാപം പരസ്യമാകുന്നതിന് മുമ്പ് 6 മാസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥന നിർത്തി. അപ്പോഴും പ്രസംഗിക്കും.
ടിവിയിൽ പ്രസംഗിക്കണം. ഇത് കൊച്ചു പിള്ളേരൊന്നുമല്ല, ടി വി പ്രീച്ചേഴ്സും മെഗാ ചർച്ചിന്റെയും പാസ്റ്റേഴ്സും ഒക്കെ ആയിട്ടിരുന്ന ആളുകളാണ്. 6 മാസം മുമ്പ് പ്രാർത്ഥന നിർത്തി. അപ്പോഴും ദൈവജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുന്നു. ദൈവജനത്തിന്റെ കുടിവരവുകളിൽ വരുമ്പോൾ പ്രാർത്ഥിച്ച് കാണിക്കും. പക്ഷെ രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല. അടുത്തത് 70% ആളുകൾ വചന പഠനം 6 മാസങ്ങൾക്ക് മുമ്പ് നിർത്തി. വേദപുസ്തകം വായിക്കുന്നത്. കാര്യം നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചെന്ന് പോവുകയാണ്. വായന ഇതിന്റെ മുമ്പിൽ ഇരിക്കുവാൻ സമയമില്ല. നാം ഓർക്കണം, ദൈവവചനം പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ പാപം എന്ന് പറയുന്ന വിഷയത്തിന്മേൽ വിജയമെടുത്ത് മുന്നേറണമെന്നുണ്ടെങ്കിൽ ചില ഘടകങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കണം. അതിൽ നിന്ന് നാം അകന്നു നിന്നാൽ നമുക്ക് ഇതിന്മേൽ വിജയിക്കാൻ കഴിയുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ നമുക്ക് വിജയമുണ്ട്. അങ്ങനെയാണ് നാം പാപത്തിന്മേൽ ജയമെടുക്കുന്നത്. എന്നാൽ അതിന്റെ കൂടെ ദൈവം നൽകിയിരിക്കുന്നതാണ് വചനം എന്ന് പറയും. വചനത്താൽ പാപത്തിന്മേൽ ജയമെടുക്കുക, പ്രാർത്ഥനാ ജീവിതത്താൽ പാപത്തിന്മേൽ ജയമെടുക്കുക. ഇതെല്ലാം ഇതിന്മേൽ ജയമെടുക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങളാണ്. നമുക്ക് പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ, രഹസ്യ പ്രാർത്ഥന നമുക്കില്ലെങ്കിൽ, ഒരു ദിവസം നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്ന് നാം വണ്ടി ഓടിക്കുമ്പോഴും വേണം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണു തുറന്നിരുന്നാൽ കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥിക്കുമ്പോൾ. കാരണം കണ്ണടച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ വാക്യമൊന്നുമില്ല. കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കണ്ണടച്ചാലേ പ്രാർത്ഥന വരുള്ളൂ, അങ്ങനെ വാക്യം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത കിട്ടാൻ നല്ലതാണ് കണ്ണടയ്ക്കുന്നത് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഞാൻ പറഞ്ഞു പറഞ്ഞ താല്പര്യം, കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെ നല്ലത്. എന്നാൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അതേ എന്റെ ആശയമുള്ളൂ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. വണ്ടി ഓടിക്കുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴും നാം ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് വാസ്തവത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇന്ന് രാത്രിക്കാലം നാം ഒന്ന് ശോധന ചെയ്യും. എനിക്കറിയാം, ഗൾഫിലെ സഭകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് മക്കതോന്യ സഭകളെ ഓർത്ത് സന്തോഷിക്കുന്നു പറഞ്ഞതുപോലെ എനിക്ക് ഗൾഫിലെ സഭകളെ ഓർത്ത് ഞാൻ സന്തോഷിക്കും. കാരണം ഇന്നും ലോകത്തിൽ മലയാളി സമൂഹത്തിൽ ജീവനുള്ളതായ സഭകൾ ഈ ഗൾഫിലുള്ളത്. ഞാൻ നിങ്ങളെ കേട്ടാ പറഞ്ഞത് എനിക്ക് പ്രത്യേകം സാധിക്കാനില്ല. എന്നാൽ ഞാനായിരിക്കുന്ന അമേരിക്കയിലെയും നാം വിട്ടിട്ട് പോകുന്ന കേരളത്തിലെയും സഭകളെ നോക്കിയാൽ ഇതിന്റെ നടുക്ക് കിടക്കുന്ന നിങ്ങൾ ഇതുപോലെ കൂടിവരവുകളിൽ ജീവൻ വ്യാപരിക്കുന്ന, ദൈവകൃപ വ്യാപരിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം വ്യാപരിക്കുന്ന, ദൈവാത്മാവിന്റെ പരിവർത്തനമുള്ളതായ സഭകൾ മറ്റു പല സ്ഥലങ്ങളിലും ഇല്ല എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ നിലനിൽക്കുന്ന ഓർത്ത് അതിന്മേൽ നിൽക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമുക്ക് ഈ വിഷയത്തിന്മേൽ ജയമെടുപ്പാൻ ആവശ്യമായ കാര്യങ്ങളാണ്. നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക്, നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് നിങ്ങളെ ശ്രദ്ധയിട്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് വളരെ പരിചിതമായ മറ്റൊരു കഥാപാത്രമാണ്. ആദ്യത്തെ ഫോറിൻ മിഷണറി എന്ന പേര് വാസ്തവത്തിൽ ഇയാൾക്കാണ്. ആദ്യത്തെ ഫോറിൻ മിഷണറി. നമുക്ക് ഇന്ന് സഭകൾ ഇങ്ങനെ മിഷണറിമാരെ അയക്കുന്ന കാലമാണ്. അത് 16-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ്. മിഷണറിമാരായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന കാര്യം. എന്നാൽ ഒന്നാമത്തെ ഫോറിൻ മിഷണറി മറ്റൊരു ദേശത്ത് പോയി സന്ദേശം, ദൈവത്തിന്റെ വചനം ഘോഷിക്കുവാനുള്ള നിയോഗം ലഭിച്ചതായ പ്രവാചകൻ എന്നുള്ള നിലയിലാണ് നമ്മൾ യോനായെ കാണുന്നത് എന്ന് നമുക്കറിയാം. ഈ യോനായുടെ പുസ്തകം നിങ്ങൾ സമയം ലഭിക്കുമ്പോൾ വായിക്കണം. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ യോനായെ പോലെ ഒരു നല്ല രസമുള്ള കഥാപാത്രമാണ്, വളരെ രസമുള്ള കഥാപാത്രം. ഏലിയാവിന്റെ ചരിത്രത്തിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഓർക്കണം, ആകാശം തീയിറക്കി ദഹിപ്പിച്ചതായ മനുഷ്യൻ, യാഗപീഠത്തിന്മേൽ തീയിറക്കിയ ആളാണ്. നമ്മളന്ന് അത്രയും വലിയ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളുകളല്ല. എന്നാൽ പോലും ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. കാര്യം ചൂരച്ചെടിയുടെ തണലും ഒക്കെ തേടി ഇസ്രായേലിന്റെ വാക്കുകളെ ഭയന്ന് ഓടിയതും ഒക്കെയുള്ള അനുഭവങ്ങൾ ഈ ഏലിയാവിന്റെ ചരിത്രത്തിലുണ്ട്. ഇതുപോലെ നമ്മളോട് താതാത്മ്യപ്പെടുത്തി ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് ഈ യോന. യോനയുടെ ദീർഘമായ വിഷയത്തിലേക്ക് അറിയാൻ പോകുന്നത് എന്റെ വിഷയം കോപം എന്ന് പറയുന്ന നിലയിൽ കായന്റെ കോപത്തിൽ നിന്നും വിടുവിക്കുവാൻ, കായന്റെ ഉള്ളിൽ നുഴഞ്ഞു പൊങ്ങിയ കോപത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം ഇടപെട്ടതുപോലെ തന്നെ മറ്റൊരാളെ ഉപയോഗിക്കാതെ ദൈവം നേരിട്ട് ഇടപെടുകയല്ലേ. വേറെ ആരും ഇതിനിടയിൽ മീഡിയേറ്റർ ഇല്ല. 4-ാം അധ്യായത്തിൽ, യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. 4-ാം വാക്യത്തിൽ നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. ഇവിടെ യോന പറയുന്നൊരു മറുപടി ഉണ്ടോ? 9-ാം വാക്യത്തിൽ ഞാൻ മരണവരെന്ന് കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു.
നല്ല മറുപടിയല്ലേ ദൈവം. ഇവിടെ നാം ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു പ്രസംഗനെ ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ കണ്ടുകിട്ടാൻ പറ്റുകയില്ല. നമുക്ക് സാധാരണ നമ്മൾ കാണുന്നത് ഒരിടത്ത് പോയി യോഗം നടത്തി ഒരാൾ എവിടെയെങ്കിലും ഒന്ന് കൈവക്കി കഴിഞ്ഞാൽ അത് അല്പം കൂടെ എക്സാഗ്രേറ്റ് ചെയ്ത് രക്ഷിക്കപ്പെട്ട കണക്കാണ് നമ്മൾ കാണുന്നത്. അതിന്റെ റിപ്പോർട്ട് അടിക്കുമ്പോൾ അത് അല്പം കൂടെ കൂടും. പിന്നെ സീറോയ്ക്ക് വിലയില്ല എന്ന് നമ്മൾ ആശ്വസിക്കുകയും ചെയ്യാം. അതിനോട് ചേർത്ത് താഴെ ചെയ്യുന്ന സീറോയും. ഇതാ നമ്മളുടെ ആത്മീയ റിപ്പോർട്ടുകൾ പലപ്പോഴും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ പരിപാടിക്കാരെല്ലാം കൂടെ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടെല്ലാം കൂടെ കൂട്ടി ചേർത്താൽ ഇന്ത്യ ഹിന്ദുക്കളില്ല എന്ന് വരും. അതാ സത്യം. കാര്യം ഇതെല്ലാം കൂടെ അതുകൊണ്ട് സംഭവിച്ച എന്താണ്? ഈ എക്സാഗ്രേറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ ഇതാണ് മുഴുവൻ RSSകാരെ ദൈവമക്കൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ കണക്കനുസരിച്ച് ഇന്ന സ്റ്റേറ്റിൽ ഇത്ര പെർസെന്റേജ് ക്രിസ്ത്യാനി, ഇന്ന സ്റ്റേറ്റിൽ ഇത്ര പെർസെന്റേജ് ക്രിസ്ത്യാനി. ഇങ്ങനെ പോയാൽ ഹിന്ദുയിസം എവിടെ എന്നുള്ള ചോദ്യം അവരോട് തന്നെ അവർ ചോദിച്ച ആവശ്യമുണ്ട്. ഇത് വരുത്തി വെച്ച് നമ്മുടെ ഈ ഫോൾസ് റിപ്പോർട്ടാണ്. അതോടെ ഇതിനിടയിൽ ഞാൻ പറഞ്ഞത് പോലും. എന്നാൽ യോന എന്ന് പറയുന്ന കഥാപാത്രം, ഇദ്ദേഹത്തെ ദൈവം നിനവയിലേക്കാണ് അയച്ചതെന്ന് നമുക്കറിയാം. നിനവയിലേക്ക് പോകാൻ പറഞ്ഞ ആള് കള്ള ടിക്കറ്റ് ഒന്നും എടുത്തില്ല. അടുത്ത പുള്ളിക്കാരൻ നേരെ തർശീസിലേക്ക് പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു. തർശീസിലേക്ക് പോയ വഴിയിലുണ്ടായ കാര്യം നമുക്കറിയാം. ആ നിലയിൽ ദൈവം ഈ മനുഷ്യനോട് ഇടപെടുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാക്കിയതായ ബഹളങ്ങൾ, അദ്ദേഹം കപ്പലിനുണ്ടായ ബഹളം, കപ്പലിനുണ്ടായ ഒഴിച്ച് ഈ പരിപാടി, ഈ അനുസരണം കേട്ട ഈ പ്രവാചകൻ ഈ കപ്പലിൽ ആളുകൾ കിടന്ന് ജീവന് വേണ്ടി നിലവിളിക്കുക. അദ്ദേഹം അടിത്തട്ടിൽ സുഖമായി ഉറങ്ങുകയാണ്. ഒരു കുറ്റബോധമില്ല, യാതൊരു കുറ്റബോധം. ഇദ്ദേഹത്തോട് ഇതിനു ശേഷമായിട്ട് ഞാൻ അതിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിട്ടിരിക്കുന്നു. ഈ 1-ാം അധ്യായത്തിൽ ഈ സംഭവം ഇങ്ങനെ ഉണ്ടായ സമയത്ത് അവരോട് ചോദിച്ചു. അവർ വന്ന് ഇവനാണ് കുറ്റക്കാരനെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തോട് വന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവർ ചോദിച്ചു, നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ? ഇത് 1-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. നിന്റെ തൊഴിലേത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ? ഈ അനുസരണം കേട്ട പ്രവാചകൻ അവരോട് പറഞ്ഞ മറുപടി അതിന്റെ താഴെയുണ്ട്. അവരോട് ഞാനൊരു അഭിപ്രായം, ഒരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. ചോദ്യത്തിന് മറുപടിയാണ് ഞാനൊരു അഭിപ്രായം. അടുത്ത ഭാഗം നോക്കണം. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു, ഞാൻ സേവിച്ചു വരുന്നു. എന്തൊരു മനോഹരമായ സാക്ഷ്യം. ഇതാണ് നമ്മുടെ വാച്ച്നൈ സർവീസ് പലപ്പോഴും നമ്മുടെ ഇടയിൽ കേൾക്കാൻ കഴിയും. ഞാൻ ഉൾപ്പെടെ പറയും. നമ്മളെ ഒരാൾ പറഞ്ഞു, പെന്തക്കോസ്തുകാർ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന ദിവസം ആ വാച്ച്നൈ സർവീസിന്റെ ദിവസമാണ്. കാരണം ഇല്ലാത്ത ആഗ്രഹങ്ങളും കഴിഞ്ഞ വർഷം പറഞ്ഞ അതേ തീരുമാനവും പിന്നെയും പറഞ്ഞു. ദൈവസന്നിധി നേർന്നിട്ട് ചെയ്യാത്തൊരു പാപമാണ് നമുക്കറിയാം. അപ്പോൾ ഒരു വർഷം പറഞ്ഞു ഞാൻ ഈ വർഷം കൂടുതൽ പ്രാർത്ഥിക്കാൻ പോകണം. പിറ്റേ ആ വർഷം വന്നിട്ട് പറയുന്നു ഞാൻ ഈ വർഷം കൂടുതൽ പ്രാർത്ഥിക്കാൻ പോകും. കഴിഞ്ഞ വർഷത്താൻ പോയി. അതിനുശേഷം അല്ലെങ്കിൽ ഈ വർഷം ഞാൻ വചനം കൂടുതൽ വായിക്കാൻ പോകും, അല്ലെങ്കിൽ കർത്താവിനോട് കൂടുതൽ കൊടുക്കാൻ പോകും, കർത്താവിനോട് കൂടുതൽ അധ്വാനിക്കാൻ പോകും. എന്തെല്ലാം തീരുമാനം നമ്മളോട് തന്നെ ചോദിച്ചു. കഴിഞ്ഞ വാച്ച്നൈ സർവീസ് നമ്മൾ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം. ഇത് ഞാൻ ഇതിന്റെ ഇടയിൽ പറയാതിരുന്നല്ലോ. ഇതിനിടയിൽ ഞാൻ ചോദിക്കട്ടെ, വാച്ച്നൈ സർവീസ് ഉള്ള സമയങ്ങളൊക്കെ നിശ്ചയമായി നല്ലതാണ്. നമ്മൾ തീരുമാനം എടുക്കുന്നതും ദൈവസന്നിധിയിൽ പറയുന്നതും ദൈവമക്കളുടെ മുമ്പിൽ വെച്ച് പറയുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ നാം എടുക്കുന്ന തീരുമാനത്തിൽ എത്രമാത്രം നമുക്ക് നിൽക്കാൻ കഴിയുന്നുള്ളതാണ്. ഇദ്ദേഹം ഇവിടെ പറയുന്ന സാക്ഷി, ഞാൻ കടലും കരയും ഉണ്ടാക്കി യഹോവയെ സേവിച്ചു വരും. ഓർക്കണം, അനുസരണം കേട്ട പ്രവാചകന്റെ സാക്ഷി വരും. ദൈവം ഇന്നിടത്തോട് പോകാൻ പറഞ്ഞപ്പോൾ പോകാതെ വേറൊരു ദിക്ക് മാറി പോയച്ച് ചോദിച്ച ഉടനെ കൊടുക്കുന്ന സാക്ഷ്യമാണ്. ഇപ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഒരു സാക്ഷ്യത്തിന് 2 മിനിറ്റ് തന്നാൽ ഞാൻ എഴുതി പറയാൻ പോകുമ്പോൾ ഞാൻ 45 വർഷമായിട്ട് കർത്താവിനെ സേവിക്കുന്നു, അല്ലെങ്കിൽ എന്റെ പിതാക്കന്മാരുടെ കാലം മുതൽ ഞാൻ വിശ്വാസത്തിലാണ്, ഞാൻ എന്നോട് ആയിരിക്കുന്നു എന്നെല്ലാം പറയും. ഇതേപോലൊരു സാക്ഷ്യമാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊടുക്കുന്നത്. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ വിഷയത്തിലേക്ക് വന്നിരിക്കേണ്ടത്, ദൈവവും നാമും നമ്മുടെ ബന്ധം, കടലും കരയും ഉണ്ടാക്കിയ യഹോവയുമായുള്ള ബന്ധം, സൃഷ്ടാവായ ദൈവം, ആ ദൈവവുമായുള്ള ബന്ധം എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് വിഷയം. യോന പറഞ്ഞത് ശരിയാണ്. കടലും കരയും ഉണ്ടാക്കിയ ദൈവം തന്നെ. ആ ദൈവത്തെ ഞാൻ സേവിച്ചു വരുന്നു, ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറയത്തക്കവണ്ണം അത് പറയാനുള്ള യോഗ്യത യോനായെ നിനക്കൊണ്ടോ എന്നുള്ള വിഷയം.
ഞാൻ ഇത്ര വർഷമായി ഒരു ദൈവ പൈതലാണെന്ന് പറയുവാൻ, ഞാൻ ഇത്ര വർഷമായി ഞാൻ കർത്താവിനെ സേവിക്കുന്നു എന്ന് പറയുവാൻ, ഞാൻ ഇത്ര വർഷമായി കുടുംബമായി കർത്താവിനോടുള്ള ബന്ധത്തിലാണെന്ന് പറയുവാൻ നാം ഒരുങ്ങുമ്പോൾ കർത്താവും നാം തമ്മിലുള്ള ബന്ധം എത്രമാത്രം ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കും. എത്രമാത്രം ഉണ്ടെന്നുള്ള ശോധനയിൽ, അല്ലാതെ വർഷത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് വലിയ കാര്യവും. ഞാൻ അടുത്ത ഭാഗം നമ്മൾ വായിച്ചിലേക്ക് തന്നെ വരാം. ഈ നിനവേയിൽ ഉണ്ടായതുപോലൊരു ഉണർവ് വേറെ ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരു പട്ടണം മുഴുവൻ മാനസാന്തരപ്പെടാൻ വേണ്ടി മൃഗങ്ങൾ വരെ രട്ടുടുത്തു എന്നുള്ളതാണ്. നമുക്കിതെങ്ങനെ സങ്കല്പിക്കണം? മൃഗങ്ങൾ രട്ടുടുത്തു, മനുഷ്യൻ രട്ടുടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ഉപവാസത്തോടുള്ള ബന്ധത്തിൽ അവർ രട്ടുടുത്തു എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ട്, നമുക്ക് മനസ്സിലാവും. പക്ഷെ മൃഗങ്ങൾ രട്ടുടുത്തു. നിങ്ങൾ അമേരിക്കയിൽ വന്നിട്ട് പലരുള്ളത് ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ഗവൺമെന്റ് ചടങ്ങുള്ളവർ കൂടെ വരുന്നത് നിങ്ങൾ പലരുടെ ഉണ്ട്. നിങ്ങൾ അമേരിക്കയിലെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ സെറ്റർ ഇട്ട പട്ടിയെ കാണും. പട്ടി സെറ്ററൊക്കെ ഇടിച്ച് കൊണ്ടുനടക്കും. കാര്യം അതിനെ അതുപോലെ ഓമനിച്ചാണ് അതിന്റെ ആളുകളുണ്ട്. അവർ ഷോപ്പിൽ പോകുമ്പോഴും മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ അവരുടെ കൂടെ പട്ടിയുണ്ട്. ചിലരുടെ പട്ടി വളരെ പൂച്ചമ്മയെ വലുപ്പവും അതിച്ചൂടെ വലുപ്പമുള്ളതാണ് പോലും പട്ടിക്ക് പറ്റിയ ഡ്രസ്സ് അവിടെ കിട്ടും. അപ്പോൾ അവർ കൊണ്ടുപോകുമ്പോൾ തണുപ്പിന്റെ സമയങ്ങളിൽ ഇതിനെ തണുപ്പടിക്കാതിരിക്കാൻ അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ തുണി ധരിക്കുന്ന അല്ലെ വസ്ത്രം ധരിക്കുന്ന മൃഗത്തെ കാണുന്ന അമേരിക്കയിൽ ചെന്നപ്പോഴും ഇത് വായിച്ച കാലത്ത് നാട്ടിൽ നിന്ന് വായിച്ചപ്പോൾ യോനായുടെ പുസ്തകത്തിൽ വസ്ത്രം ധരിച്ച് മൃഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് മനസ്സിലാക്കാൻ ഒരു നിലയിലും പറ്റുകയില്ല. കാര്യം വാഗത്താനം പോലൊരു ഗ്രാമത്തിൽ ജനിച്ച് ഞാൻ ഏത് മൃഗമാ വസ്ത്രം ധരിക്കുന്നു? മനുഷ്യന് ശരിക്കും വസ്ത്രം ധരിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ മൃഗത്തിന്റെ കാര്യം. അപ്പോൾ വസ്ത്രം ധരിക്കും, അതിന്റെ ഉടമസ്ഥൻ അതിനെ ധരിപ്പിച്ചു കഴിയുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു പട്ടണം മുഴുവൻ മാനസാന്തരത്തിലേക്ക് വരുവാണ്. രാജാവ് ഉൾപ്പെടെ അവർ ഉപവാസം പ്രസിദ്ധമാണ്. ഭയങ്കരമായ ഉപവാസം. മൃഗങ്ങൾക്ക് പോലും ഒരു ദിവസം ആഹാരം കൊടുക്കില്ല. അത്ര കഠിനമായ ഉപവാസം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അനുഭവിക്കാതിരിക്കാൻ കഴിയുമോ? ദൈവം ആ പട്ടണത്തോട് അനുഭവിച്ചു. എന്നാൽ ഇതിനിടയിൽ രണ്ടാം പ്രാവശ്യം യോനയെ പറഞ്ഞയക്കുന്ന ഭാവമൊക്കെ ഉണ്ട്. ഈ രണ്ടാം പ്രാവശ്യം യോന ഒന്നിനെ ഭാഗം പിന്നീട് വായിച്ചു നോക്കും. വളരെ രസമായി ഇന്ന് നമുക്ക് പ്രാധാന്യപ്പെടാൻ കഴിയുന്ന കഥാപാത്രമാണ്. രണ്ടാം ദിവസം പോകുമ്പോൾ യോന ഈ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ്, നിനവേ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു ദിവസം 3 ദിവസത്തെ വഴി ദൂരമുണ്ട് ഈ പട്ടണം. നടക്കാനാണെങ്കിൽ 3 ദിവസം നടന്നാലേ തീരുന്നുള്ളൂ. പക്ഷെ ആള് ഒരു ദിവസമേ നടന്നുള്ളൂ. ഒരു ദിവസം നടന്നപ്പോൾ തന്നെ സംഗതിയുടെ പോക്ക് താൻ ആഗ്രഹിക്കുന്നവർ അല്ലെന്ന് മനസ്സിലാക്കി. അതിനുശേഷം പുള്ളി പട്ടണത്തിന് പുറത്തു പോകുന്നു. കാരണം പട്ടണം നശിക്കാൻ പോവുകയാണ് എന്നുള്ളത് ആ സന്ദേശം താൻ പറയാതെ തന്നെ ദേശത്തിന്റെ മേലെ ന്യായവിധി വരുന്നു എന്നുള്ളതായ സന്ദേശം യോന തന്നെ പട്ടണത്തെ മുഴുവൻ അറിയിക്കാതെ പട്ടണം മുഴുവൻ അറിഞ്ഞു. ഒറ്റ ദിവസം നമ്മൾ ശുശ്രൂഷ തുടങ്ങിയതേ ഉള്ളൂ. ഒരു കാലഘട്ടം കൊണ്ട് വെച്ച് പട്ടണത്തിൽ കയറി ശുശ്രൂഷ തുടങ്ങി. പെട്ടെന്ന് വാർത്ത എല്ലായിടത്തും എത്തി. രാജകൊട്ടാരത്തിൽ വരെ വാർത്ത എത്തി. അപ്പോൾ അദ്ദേഹം പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നേച്ച് ഈ പട്ടണത്തിൽ എന്നാ ഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി പട്ടണത്തിന്റെ കിഴക്ക് വശത്ത് പോയി ഒരു കുടിലൊക്കെ ഉണ്ടാക്കി പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇത് ദൈവത്തിന്റെ തീയെ തോന്നുമ്പോൾ ഇറങ്ങിയതുപോലെ തീ ഇറങ്ങി ദഹിപ്പിക്കുന്ന കാണാൻ ഇങ്ങനെ പോയിരിക്കുകയാണ്. ഓർക്കണം, ഒരു പ്രസംഗേന ഈ പട്ടണം കത്തുന്നതാണ്. ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്നതാണ്. അതിനുവേണ്ടി ഇങ്ങനെ പോയിരിക്കണം. ഈ ഇരിക്കുന്ന ആളിനോടാണ് ദൈവം ഇടപെടുന്നത്. അവിടെ വെച്ച് ദൈവം ചോദിക്കുകയാണ്, യോനായ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. എന്താണ് ഇതെന്ന് പറയുന്നത് എന്താണെന്നുള്ളത് 3-ാം അധ്യായത്തിന്റെ അവസാനമാണ്. കാരണം പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ടത് യോനായ്ക്ക് അനിഷ്ടമാണ്. ഓർക്കണം, ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂതമായി പോയ മനുഷ്യൻ. ഈ മനുഷ്യൻ അവൻ മാത്രം അധ്വാനിക്കാതെ ദൈവം തന്നെ ഇടപെട്ടു. ദൈവം തന്നെ ഇടപെട്ട് പട്ടണം മുഴുവൻ ഒരു ശുശ്രൂഷനെ കൊണ്ട് സാധിക്കാൻ കഴിയാത്തതുപോലെ. നമുക്കറിയാം, ലോകത്തിന്റെ കാലത്ത് പോയിട്ട് ആരെയും നേടാൻ കഴിഞ്ഞില്ല. ലോകത്തിന് കുടുംബം മാത്രമേ ഉള്ളൂ ഓടാനായിട്ട്. എന്നാൽ ഇവിടെ അതല്ല, പട്ടണം മുഴുവൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു. ഇത് യോനായ്ക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ പ്രസംഗനെ കണ്ടിരുന്നു. ഇത് യോനായ്ക്ക് ഇഷ്ടമാണ്. അപ്പോഴാണ് ദൈവം അവനോട് ചോദിക്കുന്നത്, നീ കോപിക്കുന്നത് വിഹിതമാണോ? അവിടെ ഈ യോന പറയുന്ന ഒരു മറുപടിയുണ്ട്. ഞാൻ അത് മാത്രം വായിക്കാം. അതിലാണ് അല്പസമയം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യോന പറയുന്ന മറുപടി,
ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ ഇത് തന്നെയാണ് നിന്നോട് പറഞ്ഞത്, നിന്റെ കയ്യിൽ പണിയുണ്ടോ? അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞ ഇതാണ്, ദൈവമേ നിന്റെ കയ്യിൽ ഈ പരിപാടി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. നീ പോയി ഈ പട്ടണത്തോട് പറ, നിങ്ങൾ ന്യായവിധി വരാൻ പോകുന്നു, നിങ്ങൾ നശിക്കാൻ പോവുകയാണെന്ന് നീ എന്നെ കൊണ്ട് പറയുന്നില്ല. ഈ ജനം നിന്റെ മുമ്പിൽ നിന്നുള്ള കാര്യം നീ ഉടനെ വിഷയം മാറ്റും, ഞാൻ ആളുകൾ. ഇത് തന്നെയാ ഞാൻ നിന്നോട് പറയുന്നത്. എന്നിട്ട് അടുത്ത പറയുന്നത് ഇതാണ്, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിയുന്നു. ഇതിനേക്കാൾ നല്ല ഒരു വാചകം ദൈവത്തെ കുറിച്ച് പറയാനുള്ളൂ. ഈ ദൈവം നീ കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, നീ അനുദപിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് എന്റെ കോപത്തിന്റെ കാരണം. സിമ്പിളായിട്ട് ഇതാണ് എന്റെ കോപത്തിന്റെ കാരണം. നിന്റെ ഈ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്, തീ കൊണ്ട് ഉത്തരമാണെന്ന ദൈവമാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന ഈ പ്രയോഗങ്ങളെല്ലാം പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മറ്റും ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവം കൃപയുള്ളവനാണ്, ദൈവം ദയയുള്ളവനാണ്. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന് യോനയ്ക്ക് അനിഷ്ടമായി തോന്നിയ, യോനയ്ക്ക് കോപം തോന്നിയത് ഈ സ്വഭാവം കൊണ്ടാണ്. ദൈവത്തിന്റെ ഈ മനോഹരമായ സ്വഭാവങ്ങൾ ദൈവത്തിന്റെ പ്രവാചകനായ യോനയ്ക്ക് കോപകരമായി മാറി. എന്നാൽ ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് കാരണമായി തീർന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. എന്റെ ദൈവത്തിന്റെ കൃപ, എന്റെ ദൈവത്തിന്റെ ദയ, എന്റെ ദൈവത്തിന്റെ കരുണ, എന്റെ ദൈവത്തിന്റെ ദീർഘക്ഷമ, എന്റെ ദൈവത്തിൽ അനുദപിക്കുന്ന എന്റെ ദൈവം. ഇതിലേതെങ്കിലും ഒന്നില്ലാതെ പറയാൻ നിങ്ങൾ ആരെങ്കിലും ഉള്ളൂ? എന്നെ രക്ഷിച്ചതിന്റെ പിന്നിൽ, എന്നെ നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ, എന്നെ ഈ മരുഭൂമിയിൽ പോറ്റുന്നതിന്റെ പിന്നിൽ ഇതിലേതെങ്കിലും ഒരു ശക്തമായി പറയാൻ കഴിയുന്നവരാണ് ദൈവത്തിന് സ്തോത്രം. ഒരുവനത് കോപത്തിന് കാരണമായെങ്കിൽ നമുക്കുള്ള അനുഗ്രഹത്തിന് കാരണമാണ്. ദൈവത്തിന്റെ ഈ സ്വഭാവം, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ ദൈവമക്കളെ എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹത്തിന് കാരണമായി ഭവിച്ചു എന്നുള്ളതാണ്. യോനയ്ക്ക് അത് കോപത്തിന് കാരണമായി. ഈ യോനയെ മടക്കി വരുത്തുവാൻ നിൽക്കുന്നു. യോന മടങ്ങി വന്നില്ലെന്ന് തീർത്തു പറയുവാൻ ഞാൻ ആളല്ല. പക്ഷെങ്കിൽ യോന ദൈവസന്നിധി മടങ്ങി വന്നെന്ന് വചനം എഴുതിയിട്ടില്ല. ഈ പുസ്തകം അവസാനിക്കുന്ന അങ്ങനെയാണ്. അവനോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി അവൻ പറയും, നീ കോപിക്കുന്നത് വിഹിതമോ ബ്രാഹ്മണന് നിമിത്തമാണ്. അതായത് അതോടെ ഞാൻ രണ്ടു വാക്യത്തിൽ പറയാം. ഇദ്ദേഹം ഈ പട്ടണം ഇങ്ങനെ നശിക്കുന്നത് കാണാൻ കുടിൽ കെട്ടിയിരുന്ന മനുഷ്യൻ കുടിലിനകത്തിരുന്ന് കാണുന്ന ബുദ്ധിമുട്ടായി. കാര്യം കുടിലിനകത്തിരിക്കുന്ന ഷെയ്ഡൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പം ഒരു ചെറിയൊരു തണൽ കിട്ടിയാൽ മതി. അതിന് പറ്റിയ നിലയിൽ ഒരു രാത്രി കൊണ്ട് രാവണക്കെന്ന് പറഞ്ഞു. ആവണക്ക് കണ്ടപ്പോൾ നല്ല സന്തോഷം. അതിന്റെ കീഴിൽ ഇനഫ് ഷെയ്ഡുണ്ട്, നല്ല വിഷനുമുണ്ട്. ഒരു ആവണക്ക് മിനിസ്ട്രി തുടങ്ങാനുള്ള എല്ലാ പരിപാടിയും. ആവണക്കിന്റെ പേരിൽ മിനിസ്ട്രി. കാരണം സംഗതി കൊള്ളാം, എല്ലാം ഇതിന്റെ കീഴിലിരിക്കുക, എല്ലാം കാണാം, നല്ല വിഷനുണ്ട്. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഈ ആവണക്ക് മിനിസ്ട്രി വെടിവെത്തി. കാരണം ഒരു രാത്രി ആവണക്കുണ്ടായി സന്തോഷത്തോടെ കീഴിലിരുന്നു. അന്ന് രാത്രി യോനാമയിലേക്ക് എഴുതി വരുമ്പോൾ ഈ ആവണക്ക് പോയി. അതിനും കോപിച്ചു. അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഈ മനുഷ്യൻ പറഞ്ഞ മറുപടിയാണ്, യോനയിൽ നീ കോപിക്കുന്നത് വിഹിതമോ? ദൈവത്തോട് പറഞ്ഞ മറുപടിയാണ്. ഓർക്കണം, ഇതുപോലെ അനുഭവങ്ങളിലൂടെ പോയ മനുഷ്യൻ അനുസരണം കേടിന് കപ്പലിൽ നിന്നും എടുത്ത് വെള്ളത്തിൽ പോയതായ മനുഷ്യൻ അവിടെ വെച്ചവനെ വിഴുങ്ങുവാൻ തിമിംഗലം അവിടെ ഉണ്ടായിരുന്നു. തിമിംഗലം വിഴുങ്ങി 3 ദിവസം അതിന്റെ വയറ്റിൽ കിടന്ന മനുഷ്യനെ കരയ്ക്ക് കൊണ്ട് ഛർദ്ദിച്ചിട്ടതായ അനുഭവം. ഇത്ര തീക്ഷ്ണമായ അനുഭവത്തിലൂടെ ദൈവം കൊണ്ടുപോയിട്ടു മടക്കി വരുത്തി, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് മടക്കി വരുത്തി വീണ്ടും നിലവിലോട്ട് തന്നെ വിട്ടു. തർശീശിന് പോയ അനുസരണം കേട്ട് വേറൊരു ഭാഗത്ത് പോയവരെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്ന് ദൈവം ആഗ്രഹിച്ച ട്രാക്കിൽ തിരിച്ചു കൊണ്ടുവന്ന് അവനെ അവിടെ വിട്ടു. ഒരു ദിവസം പ്രസംഗിച്ചു, പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ടു, ദൈവകൃപ കണ്ടു. ഇതെല്ലാം കണ്ടയാൾ ദൈവത്തോട് കോപിച്ചു. ദൈവം ചോദിച്ചപ്പോൾ പറയുകയാണ് ദൈവത്തോട്, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ.
പക്ഷെ എന്തോ ഒരു മറുപടിയാണോ, യോനെ നീ കോപിക്കുന്നുവോ? ഞാൻ എന്റെ ആയുസ് മുഴുവൻ കോപിക്കുന്നത് നല്ലതല്ലേ? ഇതാണ് മറുപടി. നിങ്ങൾ ആ ഭാഗം നോക്ക്. ഈ മനുഷ്യൻ മടങ്ങി വന്നു എന്നുള്ളത് ആ ഭാഗം നിഷ്പക്ഷമായി വായിച്ചു വിട്ടാൽ ഇതുകൊണ്ട് കഴിഞ്ഞു ഇദ്ദേഹത്തിന്റെ കഥ. ഒരു പ്രവാചകനോട് സ്ഥിതിക്കുകയാണ്. എന്നാൽ ഞാൻ വളരെ വേഗം അടുത്ത സമയം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരുത്തുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഇതുപോലുള്ളതായ വിഷയം അതിന്റെ മുമ്പിൽ മല്ലടിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. വളരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നോ, ഗമാലിയലിന്റെ വാദവെഴുത്തിൽ ഇരുന്ന് പഠിക്കുക, ഡെമസ്കോസിലേക്ക് പോകുന്ന ആ സമയത്ത് ആദിമ ദൈവസഭയെ കൊന്നു മുടിക്കുവാൻ വേണ്ടി ഡെമസ്കോസിലേക്ക് പോകുന്ന സമയത്തോ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ നീ ആരാകുന്ന കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അതിനുശേഷമായിട്ട് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ നിലയിലുള്ള വ്യക്തി, ആ മനുഷ്യൻ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിലവിളിക്കുന്നു, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ. ഇന്ന് രാത്രികാലം രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ നമുക്കും ഈ പൗലോസിനോട് ചേർന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗം ഇത് തന്നെയാണ്. അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കാത്ത തിന്മ, ഞാനും നിങ്ങളും ഒരിക്കലും ആഗ്രഹിക്കാത്ത തിന്മ, പാപം എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ഇത് പൗലോസ് ആ വിഭാഗങ്ങൾ നോക്കിയാൽ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല. തിന്മ ചെയ്യാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതാ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതെന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്ത് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നുവോ അത് ഞാൻ ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇന്ന് രാത്രികാലം ദൈവമക്കളെ ശാന്തമായി നാം ദൈവസന്നിധിയിൽ ഇരുന്നാൽ നാം ആയിരിക്കുന്ന അവസ്ഥ, ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. നാം സമ്മതിച്ചാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയൂ. എന്റെ അവസ്ഥ ഇതാണ് കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന വിഷയത്തിൽ നിന്നും എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. നിങ്ങളുടെ സഭ അറിയാത്ത, നിങ്ങളുടെ ജീവിത പങ്കാളി അറിയാത്ത, നിങ്ങളുടെ ശുശ്രൂഷകന്മാർ അറിയാത്ത, നിങ്ങളുടെ സ്നേഹിതന്മാർ അറിയാത്ത മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്നിൽ നിങ്ങളുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, ഞാൻ ഇവിടെ നിങ്ങളോട് ശുശ്രൂഷ ആദ്യത്തെ രാത്രിയാണ്. ദൈവമക്കളെ, ഞാനും നിങ്ങളും പോരാടുന്ന, ഞാനും നിങ്ങൾ എങ്ങനെയെങ്കിലും അതിജീവിക്കണമെന്ന് വിചാരിക്കുന്ന പാപം എന്ന് പറയുന്ന വിഷയം യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ഇതെന്താണെന്ന് നാം തിരിച്ചറിയണം. ദൈവമേ, എന്നെ മുറുകെ പറ്റുന്ന പാപം എന്താണ്? എന്റെ ജഡത്തിൽ എനിക്ക് നന്മ ചെയ്യുവാൻ തടസ്സമായി നിൽക്കുന്ന, അങ്ങയെ സേവിക്കുന്നതിന്, അങ്ങയെ ആരാധിക്കുന്നതിന്, ഞാൻ അങ്ങയുടെ മുമ്പിൽ ആഗ്രഹിക്കുന്നത് പോലെ എത്തിച്ചേരുവാൻ തടസ്സമായി നിൽക്കുന്ന കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടേതാണ്. എന്റെ കാര്യം എന്റേതാണ്. ഞാനാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. എന്നെ മുറുകെ പറ്റുന്ന പാപം എന്താണ്? ലേഖനത്തിൽ പറയുന്നുള്ളൂ, മുറുകെ പറ്റുന്ന പാപത്തെ വിട്ട് ഓടുക. എന്താണ് പാപമെന്ന് അറിയാതെ ഇങ്ങനെ വിടുന്നത്? വിട്ടാലേ ഓടാൻ കഴിയുള്ളൂ. ഇന്ന് രാത്രിക്കാലം ദൈവമക്കളെ, നമ്മുടെ ജഡം എന്ന് പറയുന്നത് നമ്മെ കൊണ്ട് നന്മ ചെയ്യിക്കുന്ന ഒരു വസ്തുവല്ല. പൗലോസിനത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, യോഹന്നാൻ അപ്പോസ്തലനത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ജഡമെന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും ഒരു സമയം പോലും നന്മ ചെയ്യുവാൻ അതിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരു വസ്തുവല്ല. എപ്പോഴും പിന്നോക്കം വലിക്കുന്ന ഹൃദയത്തിൽ, ഞാൻ മുമ്പേ പറഞ്ഞത് അതിനോടൊപ്പം ചിന്തിക്കണം. വാച്ച്മാൻ സർവീസിൽ മനോഹരമായ തീരുമാനം നമ്മൾ എടുത്തു. അതിലേക്ക് തന്നെ 1-2 വാചകങ്ങൾ പറയാം. ആ ഇയറിന്റെ അവസാന രാത്രിയിലെ അവസാന മണിക്കൂറുകൾ നമ്മൾ നിന്നുകൊണ്ട്, കർത്താവേ, ഈ വർഷം ഈ വേദപുസ്തകം തുടർമാനമായി വായിച്ചു തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ 1/2 മണിക്കൂർ വീതം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നിങ്ങൾ നോക്കുക എന്നൊക്കെ തീരുമാനങ്ങളായിരുന്നു. ആദ്യത്തെ ദിവസം, അതായത് ജനുവരി 1-ാം തീയതി, നിങ്ങൾ 1 മണിക്കൂർ വായിച്ച് വേദപുസ്തകം വായിച്ചു കാണും, അല്ലെങ്കിൽ 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചു കാണും. ജാനുവരി 2-ാം തീയതി നമ്മുടെ എന്റെയും നിങ്ങളുടെയും തീരുമാനം അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന 30 മിനിറ്റ് 20 മിനിറ്റോ, ഞാൻ 10 മിനിറ്റ് അടുത്ത ദിവസം പരിഹരിക്കാമെന്ന നിലയിലാണ്. വായിക്കാൻ 5 അധ്യായം വായിക്കാമെന്ന് വിചാരിച്ചു, 3 വായിച്ചോളൂ, നാളെ 7 വായിച്ചങ്ങ് കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരാഴ്ച കഴിയണം. വാച്ച്മാൻ സർവീസ് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഴയ സംഭവം. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ജഡമാണ്.
ജഡത്തിൽ നന്മ വസിക്കാത്തതുകൊണ്ട്. വായിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ ഇത്ര നേരം ജോലി ചെയ്തില്ലേ, പകലി മരുഭൂമി ഇത്ര നേരം ജോലി ചെയ്ത് നീ ഇനിയും രാത്രി ഇതിനു മുമ്പ് ഇരിക്കാൻ പോയി കിടന്നുറങ്ങി എന്ന് പറയുന്ന ഒരു ജഡവും പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തുവാൻ തുടങ്ങുമ്പോൾ നിനക്ക് ക്ഷീണമില്ലേ, നാളെ ജോലിക്ക് കൊണ്ടിതല്ലേ, പോയി കിടന്നുറങ്ങേ, നാളെ പ്രാർത്ഥിക്കാതെ എന്ന് പറയുന്നത് പോലെ നമ്മളെ ഓർപ്പിക്കുന്ന ആ ജഡം. പലപ്പോഴും ഈ ജഡത്തിന്റെ ആലോചനയാണ് നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്. ഇന്ന് രാത്രിക്കാലത്തിന്റെ സമയം തീരാറാവും. നാം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മെ തന്നെ കാണുവാൻ ഞാൻ പറഞ്ഞല്ലോ, അനേക പ്രഗത്ഭന്മാരുടെ പ്രസംഗങ്ങൾ മുഴങ്ങിയ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയാം എന്റെ പ്രസംഗം അത്രയൊന്നും ദീപോ ഒന്നുമല്ലെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ ആ പറഞ്ഞത് ഞാൻ കൃപയിൽ ആശ്രയിക്കാൻ പറയുന്നു. എനിക്ക് ദൈവം വ്യക്തമായി നൽകുന്ന സന്ദേശമായി നിങ്ങളോട് പറയുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ചത് വേറൊരു മെസ്സേജാണ്. ഞാൻ ഇന്നലെ സിസ്റ്ററിനോട് ഞാൻ പറയും, എനിക്ക് 4-5 പുസ്തകങ്ങൾ ഞാൻ കമന്ററി എന്നുള്ള നിലയിൽ പിന്നീട് പറയും. അതിൽ കൊലോസ്യ ലേഖനത്തിന്റെ ഒരു പ്രസംഗമായി ഞാൻ ഉദ്ദേശിച്ചു. അത് ഞാൻ മനസ്സിൽ ഇങ്ങനെ സ്വരുക്കൂട്ടിയത് പോകണം, മനസ്സിലല്ല, അതിനുള്ള കേന്ദ്രയിലൂടെയാണ്. എന്നാൽ ആംസ്റ്റർഡാം എയർപോർട്ടിൽ ഞാൻ അല്പസമയം ഇരുന്ന് കഴിഞ്ഞു. അവിടുന്ന് ഞാൻ പ്ലെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ റിലാക്സ് ചെയ്തുള്ള യാത്രയായിരിക്കും. എനിക്ക് 4 സീറ്റ് എനിക്ക് ചുമ്മാ അടപ്പുണ്ടായിരുന്നു. അവിടെ അതായത് ആളൊന്നുമില്ല. അപ്പോൾ 4 സീറ്റ് ഒന്നിച്ചു. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് വായിച്ച് ധ്യാനിച്ച് പോരാൻ ഒരു കുഴപ്പമില്ല. ആ ഇരിപ്പിൽ അല്ലെങ്കിൽ ആ കിടപ്പിൽ ആ യാത്രയിൽ എന്റെ സന്ദേശം മാറി. അതുകൊണ്ടാണ് ഞാൻ ഇത് പഠിപ്പിച്ചത്. ചിലർ പറയുമല്ലോ ഇത് ഇപ്പോൾ കിട്ടിയത് എന്ന് പറയുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്നുള്ള പൂർണ്ണ ഭാഗ്യത്തോടെ കർത്താവേ, ഞാൻ ചോദിച്ച ദൈവമേ, ഈ വിഷയം എന്ന് പ്രസംഗിക്കാനാണ്, ഈ വിഷയം, ഈ സന്ദേശം ആദ്യത്തെ രാത്രി വിളിച്ചു പറയണമെന്നുള്ളത് ദൈവാത്മാവിന്റെ ശക്തമായ ഹേമത്തോട് ഞാൻ പറയുന്നു. ഇന്ന് രാത്രികാലം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ മുമ്പ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. എന്താണ് നമ്മളെ അലട്ടുന്ന വിഷയം? എന്താണ് നമ്മുടെ അടിസ്ഥാനപരമായ വിഷയം? എന്താണ് പാപം എന്ന് പറയുന്ന വിഷയത്തോട് നിങ്ങളാരും കൊലപാതകന്മാരല്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന ആ ഗുരുതരമായ വിഷയങ്ങളൊന്നും നിങ്ങളിലില്ലെന്ന് എനിക്കറിയാം. എന്നാൽ നാം പാപമില്ലാത്തവരൊന്നും വരുന്നില്ല. കാരണം ജഡത്തിൽ സാക്ഷാൽ പൗലോസിനോട് ചേർന്ന് നമ്മൾ പറയുന്നത്, സാക്ഷാൽ പൗലോസിനോട് ചേർന്ന് എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, എന്റെ ജഡത്തിലെ തിന്മയേതാണ്, എന്റെ ജഡത്തിൽ എന്നെ എപ്പോഴും നിർബന്ധിക്കുന്ന, എന്നെ എപ്പോഴും പ്രേരിപ്പിക്കുന്ന, എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന തിന്മയേതാണ്. ആ തിന്മയെ തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇവിടെയാണ്. പൗലോസോട് വിളിച്ചു പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറഞ്ഞതിന് ശേഷം പൗലോസോട് പറയുന്ന അടുത്ത ഭാഗം, അതിന്റെ അവസാനത്തിൽ വേറൊരു കാര്യമുള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എനിക്ക് നിങ്ങൾക്കും ജയം നൽകുന്ന, എനിക്ക് നിങ്ങൾക്ക് വിജയം നൽകുന്ന, പാപത്തോട് പോരാടുന്നത്, എന്നെ നിങ്ങളെ ജയത്തിലേക്ക് നയിക്കുന്ന ഒരുവനുണ്ട്. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ വചനത്താൽ ജയം, യേശുവിന്റെ നാമത്താൽ ജയം. നാം നിരാശയോട് പോകേണ്ടവരല്ല, കായനെ പോലെ പോകേണ്ടവരല്ല, യോനിയെ പോലെ പോകേണ്ടവരല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ എനിക്ക് ജയം നൽകുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, എനിക്ക് വിജയം നൽകുന്ന യേശു മുഖാന്തരം, എനിക്ക് വിജയം നൽകുന്ന ദൈവവചന മുഖാന്തരം, എനിക്ക് വിജയം നൽകുന്ന യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവസന്നിധി പറയുവാൻ നമുക്ക് കഴിയണം. ദൈവമേ, വിജയം നൽകിയതുകൊണ്ട് സ്തോത്രം. ഞാൻ മുറുകെ പറ്റുന്ന, ഞാൻ അടിസ്ഥാനപരമായി ഞാൻ വേദനിക്കുന്ന, ഞാൻ മല്ലടിക്കുന്ന വിഷയത്തിന് എനിക്ക് ജയം നൽകിയതുകൊണ്ട് സ്തോത്രം എന്ന് പറയുമ്പോൾ, എന്റെ വിഷയത്തിന് എനിക്ക് വിടുതൽ നൽകിയതുകൊണ്ട് സ്തോത്രം എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ഇന്ന് രാത്രിക്കാലം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പുതിയ അധ്യായമായിട്ട് നാം നിരവധി ദിവസങ്ങളിൽ നാം ഇങ്ങനെ പോരാടി തളർന്നു ഇരിക്കുന്ന വിഷയം. എബ്രായലേഖനം ഇങ്ങനെയാണ് പറയുന്നത്, പാപത്തോട് പോരാടുന്നത്. അപ്പം എന്ത് വേണം? പാപത്തോട് പോരാടണം. പോരാടുമ്പോൾ എന്ത് സംഭവിക്കും? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോട് എതിർക്കുന്നുണ്ട്. ജീവൻ പോകേണ്ട സാധ്യതയുള്ള വിഷയം, ജീവൻ പോകാൻ. എന്നാൽ ജീവൻ പോകേണ്ടി വന്നാൽ പാപമെന്ന് പറയുന്ന വിഷയത്തിനോട് എതിർത്ത് നിൽക്കും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. കാലാകാലങ്ങളിൽ രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ മണകാരണത്തിൽ കടന്നു വന്നു നല്ലൊരു കൂട്ടായ്മ ബന്ധത്തിലായിരിക്കാൻ നിങ്ങൾക്ക് ദൈവം അവസരം നൽകിയതോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മനോഹരമായ ജോലിയും സൗകര്യങ്ങളും അല്ലെങ്കിൽ കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിരിക്കാം. ഇതിന്റെ നടുവിൽ നിങ്ങളെ പുലർത്തുന്ന ദൈവത്തിന്റെ കൃപയോടെ നമ്മളോട് പോരാടുന്ന വിഷയത്തിന്മേൽ ജയം തരുവാൻ അവൻ മതിയായവനാണ്. അവൻ നമ്മളെ ജയത്തിലേക്ക് നടത്തുന്നവനാണ്. കാരണം മരണത്തിന്റെയും പാതാളത്തിന്റെയും ജയമെടുത്തുള്ള ഒരുവനെയുള്ളൂ.
ഒരുവനുണ്ട്, അതെന്റെ കർത്താവാണ്, നമ്മുടെ കർത്താവാണ്. ആ കർത്താവിനെ സേവിക്കുന്നവരാണ് നാം പരാജയപ്പെടേണ്ടവരല്ല. നാം ജയത്തിന്മേൽ ജയം പ്രാപിക്കേണ്ടവരാണ്. ജയത്തിന്മേൽ ജയം പ്രാപിക്കണമെങ്കിൽ ദൈവവചനത്തിൽ നിലനിന്നും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവിക ആലോചന ഏറ്റുവാങ്ങിയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, യേശുക്രിസ്തുവിന്റെ വചനത്താൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പാപം എന്ന് പറയുന്ന വിഷയത്തിന്മേൽ പോരാടുന്ന, പാപം എന്ന് പറയുന്ന വിഷയത്തിന്മേൽ ജയമെടുത്ത് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ ഒന്നിച്ചു ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവാവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മളോട് കൂടി ഇരിക്കുമാറാകട്ടെ.